ജോസഫ് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ സിനിമകളുടെ തിരക്കഥകൾ എഴുതിയ ഇലവീഴ പൂഞ്ചിറ എന്ന മനോഹരമായ സിനിമ സംവിധാനം ചെയ്ത ഷാഹി കബീറിന്റെ രണ്ടാമത്തെ ചിത്രം റോന്ത്. ഒറ്റ വാക്കി പറഞ്ഞ ഗംഭീരമായ സിനിമ. എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ 2025 ജനുവരി മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ബ്രില്യന്റ് സ്ക്രിപ്റ്റ്. പുള്ളിയുടെ തിരക്കഥ നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം നായാട്ട് എന്ന് പറഞ്ഞ ഒറ്റ പടം മതി ആ പടത്തിന്റെ തിരക്കഥയുടെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കാനായിട്ട്. അതേ ഫോർമാറ്റിൽ പിടിക്കുന്ന അതിലും ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ട് ഒരുങ്ങിയ ഗംഭീരമായിട്ടൊരു തിരക്കഥയാണ് ഈ സിനിമയുടെ. ആ തിരക്കഥ നല്ല രീതിയിൽ, നല്ല റിയലിസ്റ്റിക് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ഭംഗിയായി സംവിധാനം ചെയ്തിട്ടുണ്ട് ഷാഹി കബീർ. എന്തായാലും അദ്ദേഹം എഴുതിയ തിരക്കഥ പുള്ളി തന്നെ സംവിധാനം ചെയ്തതിൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം പുള്ളിയുടെ തിരക്കഥ പുള്ളി തന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇതിനു മുമ്പ് പുള്ളി സ്ക്രീൻ പ്ലേ ചെയ്ത സിനിമകളെക്കാളും ഇച്ചിരി തിരക്കഥ ഇച്ചിരി ഫ്രണ്ട്ലി ആയ പോലെ തോന്നി. സിനിമയ്ക്കകത്ത് നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ 2 പോലീസുകാര് ഒരു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുകയും ആ നൈറ്റ് പെട്രോളിങ്ങിൽ അവർ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും സംഭവ വികാസങ്ങളുമാണ് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന്റെ ട്രാക്ക് ഇങ്ങോട്ട് വേറെ ലെവലിലായി പോവാണ്. അതുപോലത്തെ ഒരു പ്ലോട്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലീസുകാര്, പ്രത്യേകിച്ച് ഈ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ പോകുന്ന പോലീസുകാർക്ക് ശരിക്കും അനുഭവപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ വെച്ചാണ് സിനിമ പോകുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം ചെയ്ത ദിലീഷ് പോത്തന്റെയും റോഷൻ മാത്യുവിന്റെയും 2 പേരുടെയും കഥാപാത്രം അവർ 2 പേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ ചെയ്തതും റോഷൻ മാത്യുവും ചെയ്ത ഇതിന്റെ മുമ്പുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇതേവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ അതിശയിച്ചു പോയത് എന്നാന്ന് വെച്ചാൽ ഈ സിനിമയില് ട്രെയിലർ കണ്ടപ്പോ ഞാനത് റോഷൻ മാത്യു ഈ ക്യാരക്ടർ ചെയ്താൽ ശരിയാവോ, കാരണം അദ്ദേഹം ഇതിന് മുമ്പ് ഈ പോലീസുകാരുടെ ഒരു വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, പുള്ളി ഇതേവരെ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലുള്ള ഒരു ക്യാരക്ടറെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ടാണ് ഇത് സംഗതി എറിക്കുവോ. പക്ഷെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ റോഷൻ മാത്യു അന്യ പെർഫോമൻസ് ആയിരുന്നു. ദിലീഷ് പോത്തൻ പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം പുള്ളിക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ദിലീഷ് പോത്തനൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ജീവിക്കുകയാണ്. ഒരുപാട് ഇമോഷൻ സീൻസ്, പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഒന്ന് വിചാരിച്ചു നോക്കി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. നമ്മുടെ നാട്ടിൽ ഓരോ ക്രൈമുകൾ നടക്കുന്നുണ്ടല്ലോ പല രീതിയിലുള്ള, അങ്ങനെയുള്ള ക്രൈമുകളാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് പോലീസുകാർ ചെന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവരതിനെ അഭിമുഖീകരിക്കുന്ന രീതികൾ, ചില കേസുകൾ, ചില കാര്യങ്ങളിലേക്ക് അവരെ എത്തിച്ചേരാൻ നേരത്ത് അവരുടെ ജീവിതത്തിൽ ഇമോഷണലി അവർക്ക് വിഷമം വരുത്തുന്ന സംഭവങ്ങളായിരിക്കും ഇവര് നേരിടേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതില് ഒരുപാട് ഇമോഷൻ സീൻസ് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും, ആ ഓരോ ഇമോഷൻ സീൻസും അവർ എന്ത് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഷാഹി കബീർ പോലുള്ള തിരക്കഥാകൃത്തുക്കള് നമ്മുടെ മലയാള സിനിമയിലെ വരുന്ന ഈ പോലീസ് സ്റ്റോറികൾക്ക് ഒരു പുതിയ ആഖ്യാന ശൈലി കൊണ്ടുവന്നവരാണ്. പ്രത്യേകിച്ച് ഇത് തുടക്കം കുറിച്ചത് അബ്രിഷൈനാണ്, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു. ഇതിന്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഈ കേന്ദ്ര കഥാപാത്രങ്ങളുള്ള 2 പോലീസുകാർ വളരെ സത്യസന്ധരായിട്ടുള്ള പോലീസുകാരാണ്. പോലീസുകാരിലെ വളരെ സത്യസന്ധമായിട്ട് പണിയെടുക്കുന്നവരോടൊപ്പം അവരുടെ കൂട്ടത്തിലുള്ള കള്ളന്മാരായിട്ടും ക്രിമിനൽസ് ആയിട്ടും ക്രിമിനൽസിന് കൂട്ടുനിൽക്കുന്നവരുമായിട്ടുള്ള മോശപ്പെട്ട പോലീസുകാരുടെ കാര്യങ്ങളും വളരെ വ്യക്തമായി സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരികയും ചെയ്തു. അതാണ് ഈ സിനിമയുടെ മൊത്തത്തിലൊരു തീം കണ്ടു തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് നായാട്ടിന്റെ ഒരു ചെറിയ റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും അത് ഈ സിനിമയായിട്ട് ഭയങ്കര കണക്റ്റ് ആയി. പിന്നെ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവിനോടൊപ്പം തന്നെ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ചെറിയ കഥാപാത്രങ്ങൾ തുടങ്ങി കൂടുതൽ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ വരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് ഇതിന്റെ അകത്ത് ദിലീഷ് പോത്തന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച സലോമി എന്ന ക്യാരക്ടർ ചെയ്ത ആ നടി, അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ
മേഖലയിൽ ഇതിന്റെ എല്ലാം വളരെ കൃത്യതയുള്ള ഒരു രീതിയിലാണ് പോയത്. ക്യാമറാമാൻ മനീഷ് മാധവന്റെ സിനിമാറ്റോഗ്രഫി ആണേലും എഡിറ്റർ മംഗലത്ത് പ്രവീണിന്റെ കട്ടിങ്സ് ആണേലും ഒക്കെ ഒന്നും അങ്ങോട്ട് ഓവർ ആക്കിയിട്ടില്ല. എഡിറ്റിംഗ് ഒന്നും നമുക്കത് കട്ട് വരുന്നോ, നമുക്ക് ആ ഒരു ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കട്ടിങ് വരാൻ നേരത്ത് നമുക്ക് ആ ഒരു സീനിന്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന പോലെ ഒന്നും നമുക്ക് തോന്നുന്നില്ല. ഭയങ്കര കണ്ടിന്യൂറ്റിയിലാണ് പടം പോകുന്നത്. അതിൽ ഓരോ വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായ സീനുകളെല്ലാം വെച്ച് വളരെ കൃത്യമായിട്ടുള്ള എഡിറ്റിങ്ങും മ്യൂസിക് ആണെങ്കിൽ പോലും ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഈ മാസ് കാണിക്കുന്ന മ്യൂസിക്കുകളൊന്നും ഇപ്പം മാസ് കാണിക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കയറ്റി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് അതൊരു സിനിമാറ്റിക് രീതിയിലാക്കുന്നില്ല. ഇത് പക്ക നമ്മളൊരു ശരിക്കും ഒരു പോലീസുകാരുടെ ജീവിതം നമ്മൾ നേരിട്ട് കാണുമ്പം ഉള്ള ആ ഒരു അവസ്ഥ പ്രേക്ഷകന് ഫീൽ ചെയ്യുന്ന കൂട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളെ വെച്ച് അത് പല സിൻസൗണ്ട് ആണ് ചെയ്തത്. അങ്ങനെ സിൻസൗണ്ട് ഒക്കെ ചെയ്തതുകൊണ്ടൊക്കെ ഭയങ്കര ലൈവായിട്ട് പടം തോന്നി. ഷാഹി കബീർ ശരിക്കും മലയാളത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള സംവിധായകനായി മാറിയിരിക്കുകയാണ്. കാരണം ഇലവീഴ പൂഞ്ചിറ ഒരു സ്ലോ പേസ്ഡ് റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ ഇത് അതിൽ നിന്നും ഇലവീഴ പൂഞ്ചിറക്കായാലും ഇച്ചിരി മേലെ നിന്നു എന്ന് മാത്രമല്ല, നമുക്ക് ഈ വർഷം ഇറങ്ങിയത് വെച്ച് ഒരു മികച്ച തിരക്കഥ വന്ന ഒരു മികച്ച സിനിമയായിട്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി എനിവേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.